മുളന്തുരുത്തിയുടെ മണ്ണിൽ വെച്ച് യോഗം ചേരുന്നതിനെ പറ്റി പ്രഥമ മീറ്റിംഗ് ആലോചനാ യോഗം സ്വാഗത സംഘത്തിന്റെ രൂപീകരണം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസ്സുകൊണ്ട് മാധ്യമ സുഹൃത്തുക്കളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ എല്ലാവരെയും ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ചേർന്നിരിക്കുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും മുളന്തുരുത്തിയിൽ നിന്നും എറണാകുളത്തു നിന്നും ഒക്കെയായി ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും മലങ്കര ഓർത്തഡോക്സ് ക്രിസ്ത്യാനി സഭയുടെ പേരിലുള്ള പ്രത്യേകമായ സ്വാഗതം ആശംസിക്കുകയാണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ പരിശുദ്ധ ബാബാ തിരുമനസ്സുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് നൽകുന്നത്. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ തിരുമേനിമാരെ, സഭാസ്ഥാനികളെ, സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ, സഹോദരങ്ങളെ, വളരെയധികം സന്തോഷമുണ്ടായിരുന്ന നിങ്ങളോട് മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ കൂടുന്നതിനെക്കുറിച്ച് പറയുന്നത് ദൈവത്തിൻ്റെ ഹിതമായ 2026 ഓഗസ്റ്റ് മാസം 27-ാം തീയതി മുളന്തുരുത്തിയിൽ വെച്ച് മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ കൂടുന്നതാണ്. മുളന്തുരുത്തി പള്ളിയിലും തുടർന്ന് വെട്ടിക്കൽദേറായിലെ അങ്കണത്തിലുമാണ് ഈ അസോസിയേഷൻ കൂടുവാനുള്ള ക്രമീകരണം ചെയ്യുന്നത്. ഏകദേശം 4000-ഓളം ആളുകൾ വന്ന് സംബന്ധിക്കുന്ന ഒരു സമ്മേളനമായതുകൊണ്ട് ഇവിടുത്തെ സ്ഥലപരിമിതികളുള്ളതുകൊണ്ട് എൻ്റെ ആദ്യ മീറ്റിങ്ങുകളൊക്കെ രാവിലെ ഉച്ചവരെയുള്ള സമയത്ത് ഇവിടെ വെച്ചാണ് നടത്തുന്നത്. പ്രധാന മീറ്റിംഗ് അസോസിയേഷൻ അത് വെട്ടിക്കൽദേറായിലെ ഉള്ള സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് നടത്തുന്നത്. 1876-ലാണ് മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ മുളന്തുരുത്തിയിൽ വെച്ച് കൂടിയത്. അതിൻ്റെ 150-ാമത്തെ വാർഷികത്തിലാണ് ഇവിടെ വെച്ച് മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ്റെ 40-ാം സമ്മേളനം നടത്തുന്നത്. ഈ അസോസിയേഷനിൽ വെച്ച് മലങ്കര സഭയ്ക്ക് 4 മെത്രാപ്പൊലീത്തന്മാരെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അസോസിയേഷനാണ്. അതിനുള്ള പ്രാരംഭ നടപടികളാണ് ഇന്ന് ആരംഭിച്ചത്. 101 പേരടങ്ങുന്ന ഒരു സ്വാഗത സംഘം ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 10-15ഓളം കമ്മിറ്റികൾ ഇതിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾക്കായിട്ട് ഇന്ന് രൂപം കൊടുത്തു. ഇതോടൊപ്പം തന്നെ ഈ പത്രസമ്മേളനം കഴിഞ്ഞാലുടൻ തന്നെ ഇതിൻ്റെ സ്വാഗത സംഘം ഓഫീസ് പള്ളിയിൽ തന്നെ ഉദ്ഘാടനം ചെയ്യുന്നതുമാണ് എന്നുള്ള കാര്യം ഓർമ്മിക്കുകയാണ്. മലങ്കര സഭയുടെ ഏറ്റവും പരമാധികാര സമിതിയാണ് അൽമായക്കാരും അതുപോലെ വൈദിക ഗണങ്ങളും എല്ലാവരും കൂടെ ഒരുമിച്ച് ചേരുന്നതായ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ. പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളെല്ലാം ഈ അസോസിയേഷനിൽ വെച്ച് നടക്കുന്നത്. മലങ്കര മെത്രാപ്പൊലീത്തായുടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നത്, അതുപോലെ മേൽപ്പെട്ട സ്ഥാനത്തേക്കുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നത്, സഭാസ്ഥാനികളെ തിരഞ്ഞെടുക്കുന്നത് എല്ലാം ഈ അസോസിയേഷനിലാണ്. കൂടാതെ എല്ലാ പള്ളികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അസോസിയേഷൻ മെമ്പേഴ്സ് ഒരുമിച്ച് കൂടുന്ന ഈ അസോസിയേഷനിൽ വെച്ചാണ് സഭയുടെ ഭരണകാര്യ സമിതിയായിരിക്കുന്ന മാനേജിംഗ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു റോളാണ് ഈ അസോസിയേഷനുള്ളത്. കഴിഞ്ഞ 876 മുതൽ നടത്തിയതിൽ 1934 സഭാ ഭരണഘടന അംഗീകരിച്ച് ഉറപ്പിച്ചതായ 1934 ഡിസംബർ 26-ാം തീയതി നടന്ന അസോസിയേഷൻ മുതൽ ഇന്ന് വരെയും മലങ്കര സഭ കൃത്യമായി 34 ഭരണഘടന അനുസരിച്ചാണ് ഈ അസോസിയേഷൻ വിളിച്ചു കൂട്ടുന്നത്. എല്ലാ സ്ഥാനികളെ തിരഞ്ഞെടുക്കുന്നത്
എല്ലാ തീരുമാനങ്ങളും ഉണ്ടാകുന്നതെല്ലാം ഈ 34 ഭരണഘടന അനുസരിച്ചുകൊണ്ടാണ്. അതനുസരിച്ചാണ് സഭയിലെ എല്ലാ പള്ളികളും പള്ളി പ്രതിനിധികളും വൈദികരും മെത്രാന്മാരും എല്ലാവരും ഒരുമിച്ച് കൂടുന്നത്. ഈ പരിപാടി അനുഗ്രഹകരമായി നടത്തുവാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇവിടെ മാധ്യമ സുഹൃത്തുക്കളെല്ലാവരും ഈ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ വരികയും അതിൽ വന്ന് സംബന്ധിക്കുകയും ചെയ്യണം. നിങ്ങളുടെ സഹകരണം നിശ്ചയമായിട്ടും ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് സ്നേഹത്തോടെ നിങ്ങളോട് ഓർമ്മിക്കുകയുമാണ് ചെയ്യുന്നത്. പ്രധാനമായും ഇനി എന്തെങ്കിലും പറയാം? എന്തെങ്കിലും കൂടുതലായി നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ബാബാ തിരുമേനിയോട് ഇപ്പോൾ നേരിട്ട് ചോദിക്കാവുന്നതാണ്. സുഹൃത്തുക്കൾ, അത് കോടതി മുഖാന്തരം നടക്കുന്ന കാര്യങ്ങൾ എല്ലാം അതിൻ്റെ റൂട്ടീൻ അനുസരിച്ച് നടക്കും. ഓരോ വിധികളും വരുമ്പോൾ അതിന് ഉണ്ടാകുന്ന മേൽ നടപടികളുണ്ടല്ലോ, അതെല്ലാം അതിൻ്റെ റൂട്ടീൻ അനുസരിച്ച് നടക്കും. അതിൻ്റെ ലീഗൽ സെല്ലും അതിൻ്റെ ലീഗൽ ചുമതലക്കാരുമുണ്ട്. അവരൊക്കെ അത് സമയാസമയങ്ങളിൽ നടത്തിക്കൊള്ളും. എന്തോ അത് ആ സമിതിയാണ് തീരുമാനിക്കുന്നത്. ഞാനതിൻ്റെ അവരെന്നോട് പറയുകയുള്ളൂ. എന്നോട് പറയുമ്പോൾ അതിന് എന്തുവാ ചെയ്യേണ്ടതെന്ന് അവർ പറയുന്നതനുസരിച്ച് ചെയ്യാം എന്ന് വിചാരിക്കാം. സഭയുടെ ആദ്യകാലം മുതലേ ചർച്ചകൾ ഇങ്ങനെ നടക്കുന്നതാണ്. വളരെ വർഷങ്ങളായിട്ട് ചർച്ചകൾ നടക്കുന്ന 1958 മുതൽ ചർച്ചകൾ പ്രത്യേകമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ നടന്നു. ഓരോ സമയത്തും ചർച്ചകൾ പുരോഗമിക്കും. ചില കൺക്ലൂഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ അത് പിന്നീട് നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട്, ചിലർക്ക് നടപ്പാക്കാൻ സാധിച്ചിട്ടുമില്ല. അതൊക്കെ ഇങ്ങനെ ഇനിയും ചർച്ചകൾ മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ പ്രശ്നങ്ങളനുസരിച്ച് അതിനെ സംബന്ധിച്ച് ആരുമായിട്ടും ചർച്ച ചെയ്യാൻ ഞങ്ങൾ എന്നും തയ്യാറാണ്. ഒരു പ്രശ്നവും ഞങ്ങൾക്കില്ല. അറിയില്ല, പ്രധാനമന്ത്രി ഞങ്ങളോട് ആവശ്യപ്പെട്ടില്ല. ആവശ്യപ്പെട്ടാൽ നിശ്ചയമായിട്ട് ഞങ്ങൾ പോകും. പ്രധാനമന്ത്രി ആരാണെങ്കിലും ഇവിടുത്തെ സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റർ ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ പോയി. പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടാലും പോകും. ആരാവശ്യപ്പെട്ടാലും ഞങ്ങൾ പോകും. ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. എന്തോ അല്ല, അതിപ്പം പിന്നെ ഇന്ത്യയിലെ നിയമമാണല്ലോ സുപ്രീം കോടതി വിധി. അത് മാറ്റിവെച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പ്രധാനമന്ത്രി പറയുമെന്ന് എനിക്ക് വിചാരമില്ല. അതിന് പ്രധാനമന്ത്രിക്ക് സാധിക്കുകയില്ല. ഇപ്പോൾ സാധാരണഗതിയിൽ കേസ് നടത്തുന്ന സമയത്ത് പലയിടങ്ങളിലും പല സമയത്തും പല രീതിയിലാണ് അതുണ്ടാവുന്നത്. ഇപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് മുനിസിപ്പൽ കോർട്ട് മുതൽ സുപ്രീം കോടതി വരെ ഉള്ളത്. മുനിസിപ്പൽ കോടതിയിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വരുമ്പോൾ അതിൻ്റെ വിധി ചോദ്യം ചെയ്യപ്പെടും. അത് ഡിസ്ട്രിക്ട് കോടതിയിലോ സബ് കോടതിയിലോ ഒക്കെ പോകും. അവിടെയും ശ്രദ്ധിക്കാതെ വരുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ സുപ്രീം കോടതി പോകും, ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോകും. അതങ്ങനെ സാധാരണ നടക്കുന്നതാണ്. അതിൻ്റെ റൂട്ടീനനുസരിച്ച് പോകും. ആർക്കാണ് എന്തെങ്കിലും സങ്കടമുണ്ടെങ്കിൽ അവരത് പോകും. ഇതിന് സംശയമൊന്നുമില്ല.
അറിയില്ല. അദ്ദേഹവുമായിട്ട് എനിക്ക് ബന്ധമൊന്നുമില്ല. അദ്ദേഹം എനിക്ക് സന്ദർശിച്ചിട്ടുണ്ട്. എന്നോട് അദ്ദേഹം സാബുവിനെ എനിക്ക് നേരത്തെ അറിയാം, സാബുവിൻ്റെ ഫാദറിനെ അറിയാം. അതുകൊണ്ട് സാബു വരുന്നതിന് കാണണമെന്ന് പറഞ്ഞു, സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. സാബു വന്ന് സംസാരിച്ചു. പൊതുവായി സാബുവിൻ്റെ സ്ഥാപനങ്ങളെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും സംസാരിച്ചു. സഭാപരമായ ഒരു കാര്യവും എന്നോട് പറഞ്ഞില്ല, ഞാനിപ്പോൾ തിരിച്ചു പറഞ്ഞുമില്ല. ചോദ്യങ്ങളൊന്നും ഇല്ല വിശ്വസിക്കുന്നു. വന്നാൽ എല്ലാവർക്കും സഭയുടെ പേരിൽ ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ അറിയിപ്പുകൾ മാധ്യമങ്ങളിൽ എത്തുന്നതും പരമാവധി ജനങ്ങളിലേക്ക് അത് എത്തിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുകയും വേണം. ബാബാതിരുമേനിയുടെ സൂചിപ്പിച്ചതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് തുടങ്ങിയതാണ് ബ്രഹ്മശ്രീയാൻ കമ്മിറ്റിയെ അസോസിയേഷൻ മുളകുവെച്ച് 150 വർഷം പൂർത്തിയാകുമ്പോൾ വീണ്ടും ഇവിടെ തന്നെ 4 മെത്രാപോലിത്തന്മാരെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി വീണ്ടും ഈ മണ്ണിൽ കൂടുന്നു. അതിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യം കൂടി മനസ്സിലാക്കി ആവശ്യമായ കവറേജ് നൽകണം. വന്ന് സംബന്ധിച്ച മുഴുവൻ ആളുകളോട് നന്ദി രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ ബാബാതിരുമേനിച്ചുകൊണ്ട് സ്വാഗത സംഘത്തിൻ്റെ ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. അതും കൂടെ നിങ്ങൾ കവർ ചെയ്തതിന് ശേഷമേ പോകാവൂ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സഭയുടെ പേരിൽ ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. ശരി, താങ്ക് യു. ഇനി പോയി കൊടുക്കുന്ന വേണ്ട.